ചുരിദാർ കട്ട് ചെയ്യുന്നതിന് മുമ്പേ തുണി നല്ലൊന്ന് തേച്ചെടുക്കും, അല്ലെങ്കിൽ അളവ് മാറ്റം വരും. ഇതാണ് തുണി. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് കണ്ടോ, ഇത് സെൻറ്ററിൽ ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് സെൻറ്റർ ആക്കിയിട്ട് നമ്മൾ ഈ തുണി ഫോൾഡ് ചെയ്യുന്നുണ്ട്. അത് കറക്റ്റ് സെൻറ്റർ ആക്കിയിട്ട് നമ്മൾ തുണി ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ചുരിദാറിൻ്റെ ടോപ്പ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകണം. ഈ മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ചുരിദാറിൽ നിന്നാണ് അളവെടുത്തിട്ട് ചുരിദാർ കട്ട് ചെയ്ത് അടിക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അത് അളവെടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് സ്ക്രീനിൻ്റെ വലതുവശത്ത് ഇതിൻ്റെ കാർഡ് കാണിക്കുന്നുണ്ട്, ലിങ്ക്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ആ വീഡിയോ കാണാൻ കഴിയും. ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് കട്ടിങ്ങിൻ്റെ മെത്തേഡ് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ എൽ സ്കെയിൽ വെച്ചിട്ട് ഇതിന് ഇത് കറക്റ്റ് മാർക്ക് ചെയ്യുന്നുണ്ട് ആദ്യം മുകളിൽ. ആക്ച്വലി 45 ഇഞ്ചാണ് കസ്റ്റമർ തന്ന ടോപ്പിൻ്റെ ലെങ്ത്ത്. നമുക്കിത് മാക്സിമം 42 ഇഞ്ചേ കിട്ടുള്ളൂ. അപ്പോൾ ആ അളവിൽ അടിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്തുള്ള സൊല്യൂഷൻ. അല്ലെങ്കിൽ പിന്നെ ജോയിൻ്റ് ഇടേണ്ടി വരും. എന്തായാലും മുകളിൽ നമ്മൾ കറക്റ്റ് സ്ട്രൈറ്റ് ആക്കിയിട്ടൊരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലെങ്ത്ത് ഇത് കുറവായതുകൊണ്ട് ലെങ്ത്തിൻ്റെ അളവ് വെക്കുന്നില്ല. ലെങ്ത്തിൻ്റെ അളവ് നമ്മൾ നോർമലായിട്ട് വെക്കുക. അപ്പോൾ 40 ഇഞ്ചാണ് ലെങ്ത്ത് എന്നുണ്ടെങ്കിൽ അടിയിൽ 1 ഇഞ്ച് മടക്കി അടിക്കാനും മുകളിലേക്ക് 1 ഇഞ്ച് ആയിട്ട് 41 ഇഞ്ചിൽ മാർക്ക് ചെയ്താൽ മതി. ഇതിപ്പോൾ നമ്മൾ ലെങ്ത്തിന് അളവ് വെക്കുന്നില്ല. ലെങ്ത്ത് ഇതിൽ കിട്ടുന്ന മാക്സിമം എടുക്കുക അളവോടെയാണ്. നമ്മൾ അളവിൽ ചെസ്റ്റ് ലൂസ് മാർക്കിങ് വരുന്നത് 7.5 ഇഞ്ചിലാണ്. അപ്പോൾ ആ 7.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് നേരെ താഴെ നമ്മളെ ഹിപ്പിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്യുന്നത് 13 ഇഞ്ചിലാണ്. അപ്പോൾ അതിൻ്റെ കൂടെ മുകളിലത്തെ 1/2 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് 13.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. 2 മാർക്ക് ഇവിടെ ഇട്ട് അതേപോലെ ഈ സൈഡിൽ നമ്മൾ ആ മാർക്കിങ് ഇട്ട് കൊടുക്കുകയാണ്. ഏറെ 13. ഇനി ഇതിൻ്റെ 45 ഇഞ്ചിൽ 23 ഇഞ്ചാണ് സ്ലിറ്റ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്യണം. ചെസ്റ്റിൻ്റെ ലൂസ്, ഹിപ്പിൻ്റെ ലൂസ്, ഇത് മാർക്ക് ചെയ്യുന്നത് എത്ര ഇഞ്ചിലാണ് എങ്ങനെയാണെന്നുള്ളത് അറിയാത്തവർക്കായിട്ട് മുമ്പ് അളവെടുക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് പോയി കണ്ടു കഴിഞ്ഞാൽ വളരെ ഈസി ആയിരിക്കും. 45 ഇഞ്ചിൽ 24 ഇഞ്ചാണ് സ്ലിറ്റ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഇവിടുത്തെ മുകളിൽ നിന്ന് 45 ഇഞ്ച് ലെങ്ത് അടിയിലോട്ട് പിടിച്ചിട്ട് 45 ഇഞ്ച് ലെങ്ത് അടിയിലോട്ട് പിടിച്ചിട്ട് അവിടുന്ന് ഈ തുണിയിൽ കിട്ടൂല, ജസ്റ്റ് ടേപ്പ് എക്സ്ട്രാ പിടിച്ചിട്ട് അവിടുത്തെ അടിയിൽ നിന്ന് മുകളിലോട്ട് 24 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. എന്നിട്ട് പിന്നെ ഈ മുകളിൽ നിന്ന് ഈ ലൈനിൽ നിന്ന് ഇങ്ങോട്ടുള്ള നിങ്ങളെടുത്താൽ മതി 21 ഇഞ്ചിൻ്റെ. അത് ഈ സൈഡിലോട്ട് മാർക്ക് കൊടുക്കുക സ്ലിറ്റിന് വേണ്ടിയിട്ട്. ഈ ലൈനുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. 3 ലൈനാണ് കാര്യമായിട്ട് ചുരിദാറിന് വരുന്നത്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് 15 ഇഞ്ചാണ് ഷോൾഡർ. 15 ഇഞ്ച് നമ്മൾ 7.5 ഇഞ്ച് 1/2 ഇഞ്ച് കൂട്ടിയിട്ട് തുന്നൽത്തുമ്പ് സീം അലവൻസ് 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 8 ഇഞ്ചിലൂടെ മാർക്കിങ് ഇടുന്നുണ്ട്. ഇവിടെ അടിഭാഗത്ത് കറക്റ്റ് 7.5 ഇഞ്ച് തന്നെ വെക്കുന്ന ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നെക്കിൻ്റെ വിഡ്ത്ത് 8.25 ഇഞ്ചാണ്. അപ്പോൾ നമ്മളിവിടെ 8 ഇഞ്ചാണ്, 4.25 ഇഞ്ചിൽ ഇവിടെ ഒരു മാർക്കിങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ഛേദിച്ചിട്ട് ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഷോൾഡറിന്. ഇവിടെ നമ്മൾ ഒരു 1.5 ഇഞ്ചോ 1.25 ഇഞ്ചൊക്കെ വെച്ച് ഇച്ചിരി കുഴിച്ചാണ് കട്ട് ചെയ്യുന്നത്. ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഷർട്ടിനെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ. ചുരിദാർ അളവെടുത്ത് തയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് നമ്മൾ കയ്യിൻ്റെ അളവും ഇതും
ഒരേപോലെ തന്നെ എടുക്കുക. എന്നാലും നമുക്കത് കറക്റ്റ് അളവിൽ കട്ട് ചെയ്ത് അടിക്കുന്ന സമയത്ത് പിന്നെ കട്ട് ചെയ്ത് മാറ്റാനൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്ക് ഇതിൻ്റെ ബോഡി ലൂസ്, ചെസ്റ്റ് ലൂസ് 22.5 ഇഞ്ചാണ്. അപ്പം 11.25 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 22 നേർപ്പകുതി 1.5 ഇഞ്ച് ഇവിടുന്ന് പുറത്തോട്ട് എക്സ്ട്രാ തയ്യൽ തുമ്പിടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ 20 ഇഞ്ചാണ് ബോഡി ലൂസ്. അപ്പോൾ നമ്മൾ 10 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന് അപ്പുറത്തോട്ട് 1.5 ഇഞ്ച് ഇടുന്നുണ്ട്. പിന്നെ സ്ലിറ്റ് ഓപ്പണിങ്ങിൻ്റെ ഭാഗത്ത് ലൂസ് വരുന്നത് 24 ഇഞ്ചാണ്. അപ്പോൾ നമ്മളിവിടെ 12 ഇഞ്ച് ഇടുന്നുണ്ട്. 12 ഇഞ്ച് കഴിഞ്ഞിട്ട് പിന്നെ 1 ഇഞ്ച് മാത്രമേ നമ്മളവിടെ സ്ലിറ്റ് ഫോൾഡ് ചെയ്തടിക്കാനുള്ള തുമ്പിടുന്നുള്ളൂ. ഇതിൻ്റെ ബോട്ടം എടുത്ത് വരുന്നതും 24 ഇഞ്ചാണ്. അപ്പോൾ 24 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 12 ഇഞ്ച് അപ്പുറത്തോട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പിടുന്നുണ്ട്. ഈ വരകൾ തമ്മിൽ കൂട്ടി വരച്ച നമ്മുടെ ചുരിദാർ നമുക്ക് തന്നെ തയ്ച്ച് ഉപയോഗിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ചുരിദാർ മെറ്റീരിയൽ വാങ്ങിയിട്ട് ഈ വീഡിയോ കണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഇനി ഇതിൻ്റെ ബാക്കി പാർട്ടുകൾ, സ്റ്റിച്ചിങ്ങിൻ്റെ പാർട്ടുകൾ വരുന്നുണ്ട്, അത് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം, ചുരിദാർ അടിക്കുമ്പം കോമൺ ആയിട്ട് വരുന്നൊരു പ്രശ്നമുണ്ട്. നമ്മളെ റിഗാൾ കട്ട് ചെയ്ത് കഴിഞ്ഞാലും സ്ലീവിൻ്റെ ആം ഹോളും ബോഡീൻ്റെ ആം ഹോളും തമ്മിലുള്ള അളവ് ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്നൊരു മെത്തേഡും കൂടെ ഈ വീഡിയോയുടെ ലാസ്റ്റ് സ്ലീവ് കട്ട് ചെയ്യുമ്പം പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മാക്സിമം മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് ഫ്രണ്ട് പീസാണ്. ഈ ഫ്രണ്ട് പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ക്യാമറ ഇവിടെ വെച്ചതുകൊണ്ട് ഈ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഫ്രണ്ട് പോർഷൻ ഇത് വെച്ചിട്ട് നമ്മൾ ബാക്ക് പോർഷൻ കൂടി കട്ട് ചെയ്യണം. പിന്നെ ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തുണിയുടെ ഉൾവശം എടുത്തിട്ട് ഏറ്റവും വീതി കൂടുതലിടയിൽ വരെ 11.25, 22.5, 11.25, 11.25 1.5, 11.25, 12.25, 12.25, 13 ഇഞ്ച് വരും. പക്ഷേ അതിലും കൂടുതൽ 24 ഇഞ്ച് ബോട്ടം വിടുത്ത വരുന്നത്. ബോട്ടം വിടുത്ത 12, പിന്നെ 1 ഇഞ്ച് 23 ഇഞ്ച് 13 ഇഞ്ച്. അപ്പോൾ ഒരു 13.5 ഇഞ്ച് മാർക്ക് ചെയ്യുക തുണീൻ്റെ ഉൾവശത്ത് ഒരു കരയെന്ന് വെച്ചിട്ട് 13.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ 2 മാർക്കിലൂടെയും പിടിച്ചിട്ട് തുണി ഫോൾഡ് ചെയ്യുക. പിന്നെ ഫോൾഡ് ചെയ്തെടുക്കുക. എന്നാൽ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുന്നത് നല്ലതാട്ടോ. അപ്പോൾ അങ്ങനെ ചില തുണികൾ അയൺ ചെയ്യുന്ന സമയത്ത് ചെറുതാവും, ചില തുണികൾ നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യുന്ന സമയത്ത് ചെറുതാവും. മെറ്റീരിയൽ പലതും പല ടൈപ്പാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വെള്ളം സ്പ്രേ ചെയ്ത് ഒന്ന് അയൺ ചെയ്തിട്ട് കട്ട് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അത് ബാക്ക് പീസ് ഫോൾഡ് ചെയ്തിട്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസ് അതിൻ്റെ മുകളിൽ വെക്കുക. കറക്റ്റ് ഇതിപ്പോൾ അടിയിൽ ബോട്ടം നമ്മൾ ഉള്ളിലോട്ട് മടക്കിയടിക്കാനുള്ള പീസ് നമ്മൾ എക്സ്ട്രാ ജോയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഈ മെത്തേഡിൽ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും മുകളിൽ ബാക്ക് പീസ് ഒരു 1/2 ഇഞ്ച് ഫ്രണ്ട് പീസൊക്കെ കൂടുതലിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം ഇത് മാർക്കിംഗ് ഒന്നുമില്ല, അതിൻ്റെ കൂടെ കട്ട് ചെയ്താൽ മതി. നിങ്ങൾ 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് ഇതുണ്ടോ ഇതേപോലെ 1/2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക. ബാക്ക് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്ലീവ് കൂടി കട്ട് ചെയ്താൽ കട്ടിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞു. സ്ലീവ് കട്ട് ചെയ്യുന്നത് നോക്കാം നമുക്ക്.
സ്ലീവ് മിക്കവാറും ജോയിൻ്റ് ഇടേണ്ടി വരും. സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് 15 ഇഞ്ചാണ്. അപ്പോൾ 15യും 1.5 കൂട്ടാം. 1.5 ഇഞ്ച് അതിൻ്റെ സീം അലവൻസ്, തുന്നൽ തുമ്പ് ഫ്രണ്ടിൽ ഫോൾഡർ അടിക്കാനും പിന്നെ റിവാൾഡ് അവിടെ അടിക്കാനുള്ള അരയിഞ്ച് കൂടെ കൂട്ടിയിട്ട് 11.5 ഇഞ്ച്. 15യും 1.5 ഇഞ്ച് സീം അലവൻസ് വരും. 15 1.5 എത്ര വരാം? 17 ഇഞ്ച്. 17 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പോൾ ആ ഫോൾഡിങ് 17 ഇഞ്ചിലോട്ട് മാറ്റി. ഇത് കണ്ടോ, ഇതാണ് പുറത്ത് വരുന്ന ഭാഗം സ്ലീവിൻ്റെ. സ്ലീവ് കട്ട് ചെയ്യാൻ കുറച്ച് കാണാൻ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവും. സിമ്പിളാണ്. ഇങ്ങനെ കറക്റ്റ് മടക്കി ഒന്ന് അയൺ ചെയ്യണം. സ്ലീവുകളൊക്കെ നിർത്തുന്ന തുണിയിൽ. ഇതൊരു കോട്ടൺ മിക്സ് ആണ്, പക്ഷെ ഒരു ബലമുള്ള തുണിയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇത്രയും ഫോൾഡ് ചെയ്യുക. അതുണ്ടോ, നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ മൊത്തമായിട്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ തുണി കിട്ടത്തില്ല. എന്നിട്ട് നോക്കാം നമുക്ക് എത്ര വേണമെന്നറിയോ. റിഗാള് ആമുകളുടെ അളവ് 8 ഇഞ്ചാണ്. അപ്പോൾ 8ഉം പിന്നെ അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് മുകളിൽ സീം അലവൻസ് കൂടി 9 ഇഞ്ച് വേണം. അപ്പോൾ ഇനിയും മുകളിലോട്ട് വേണം ഫോൾഡ്. ആ 9 ഇഞ്ചിൽ ഫോൾഡ് ചെയ്ത് ഇപ്പോൾ 9 ഇഞ്ചാണുള്ളത്. ഫോൾഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് ബാലൻസ് ഉള്ള തുണിയുണ്ട് ഇവിടെ. ഈ തുണി ഇതിൽ ജോയിൻ ചെയ്ത് കൊടുക്കുക. വേറെ മാർഗമൊന്നുമില്ല, ചെയ്യല്ലാതെ മാർഗമല്ല. കാരണം ഇതിൽ തുണിയില്ല, ഇത്ര കിട്ടത്തുള്ളത്. ഞാനിത് ജോയിൻ ചെയ്യാനുള്ള തുണി ഇവിടെ സ്റ്റാപ്ലർ വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജോയിൻറ്റിൽ നമ്മൾ ജസ്റ്റ് പിന്നടിച്ച് കഴിഞ്ഞാൽ തുണി അവിടെ കിടന്നില്ലേ. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു പീസ് കൊണ്ട് ജോയിൻ ചെയ്യേണ്ട കോലത്തിലാണ്. അതിനൊക്കെ തുണി തീരെ ഇല്ലത്. ഉണ്ടോ, 8 ഇഞ്ച് റിയാൾ ഇവിടെ തന്നെ വരും. പിന്നെ തയ്യൽ തുമ്പില്ല. അപ്പോൾ എന്ത് ചെയ്യുക, ഇതൊരു സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ആദ്യം ആ മുകളിലെ പീസും നമ്മൾ ജോയിൻ ചെയ്ത പീസ് മാത്രം ഒരു ഏകദേശം ഒരേ രീതിയിൽ സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇവിടെ 2 ഇഞ്ച്. ഈ ചുരിദാർ മെറ്റീരിയൽ ഇറക്കുന്ന കമ്പനിക്കാർ ഇച്ചിരി തുണി കുറച്ചുകൂടെ ഒക്കെ കൂട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി സൈസുള്ള ആളുകളുടെ ചുരിദാറൊക്കെ തയ്ക്കുമ്പോൾ ഈ ജോയിൻ്റ് ഇല്ലാതെ തയ്ക്കാൻ കഴിയും. ഞാൻ വേറൊരു കഷ്ണം കൂടെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ജോയിൻ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുണ്ടോ, അതും ഇവിടെ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാണത്തില്ല കേട്ടോ, അത് ബാക്ക് സൈഡിൽ സ്ലീവിൻ്റെ ബാക്ക് സൈഡിലോട്ട് പോകുന്നത്. ഫ്രണ്ട് സൈഡിൽ മറ്റേ ഭാഗം വരും. ഓക്കെ, അപ്പോൾ നമ്മൾ തുണി സെറ്റായിട്ടുണ്ട്. 2 ജോയിൻ്റാണ് ഈ സ്ലീവിൻ്റെ മുകളിൽ വരുന്നത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അളവെടുത്തപ്പോഴേ അതിൽ കാണിക്കാൻ വിട്ടുപോയ ഒരു സംഭവം. നമ്മൾ സ്ലീവിൻ്റെ അളവെടുക്കുമ്പോൾ ഇത് നമ്മൾ ചുരിദാറിൻ്റെ അളവെടുക്കുമ്പോൾ ചെയ്യേണ്ട എളുപ്പപ്പണി, സ്ലീവിൻ്റെ അളവ് മുകളിലെ ലെങ്ത്ത് നമ്മളെടുത്ത് 15 ഇഞ്ച്, അതേപോലെ അടിയിലെ ലെങ്ത്തും കൂടെ എടുക്കുക. അപ്പോൾ നമുക്ക് പിന്നെ റിഗാൾ കട്ട് ചെയ്ത് അടിച്ച് വരുമ്പോൾ കറക്റ്റ് അളവ് കിട്ടും. ഇത് അടിയിൽ 12.5 ഇഞ്ച് ഉണ്ട്. ആദ്യം ഇവിടെ ഒരു സ്ട്രൈറ്റ് ലൈൻ ഇട്ട് കൊടുക്കുക. നമ്മൾ ലെങ്ത്ത് വരുന്ന ഇവിടെയല്ലേ, ഇവിടെ 1 ഇഞ്ചോ 3/4 ഇഞ്ചൊക്കെ നമുക്ക് ഫോൾഡിൽ അടിക്കാനുള്ള തുമ്പിടുക. ഞാൻ 1 ഇഞ്ച് ഇടുന്നുണ്ട്. നിങ്ങൾ എത്ര തുമ്പിടുന്ന ആ അളവിൽ ഇങ്ങനെ അടിക്കുമ്പോൾ ഫോൾഡ് ചെയ്ത് അടിക്കണം കേട്ടോ. എന്നിട്ട് 15.5 ഇഞ്ച്, പിന്നെ ഇപ്പുറത്ത് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടിയിട്ട് 16 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് സ്ലീവിൻ്റെ ലെങ്ത്ത് 16 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ലൈൻ ഇടുന്നുണ്ട്. ഇനിയാണ് നമ്മൾ ചുരിദാറിൻ്റെ അടിഭാഗത്തെ ലെങ്ത്ത് എടുത്തില്ലേ 12.5 ഇഞ്ച്, ആ 12.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്താ
ആ 12.5 ഇഞ്ചിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആം ഹോളിൻ്റെ അളവ് 8 ഇഞ്ച് വെക്കുന്നത്. അതിവിടെ 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പോയിന്റിൽ ഈ പോയിന്റിലൂടെ കറക്റ്റ് ഇങ്ങനെ ഇങ്ങോട്ട് ആം ഹോളിലോട്ട് ഷേപ്പാക്കി കൊണ്ടുപോകും. ഇവിടെ മുകളിൽ 1.5 ഇഞ്ച് പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ 1.5 ഇഞ്ച് ഇവിടെ ഒരു മാർക്ക് ഇട്ട് കൊടുത്തു അല്ലേ. ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് 5.5 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലൂസ് വരുന്നത്. 5.5 ഇഞ്ച് ആയിട്ട് അവിടെ നിന്ന് 1.5 ഇഞ്ച് വീണ്ടും സീം അലവൻസ് ഇട്ട് കൊടുത്തു. ഇതിൻ്റെ സ്ലീവിന് ഈ വളഞ്ഞ സ്കെയിൽ എടുത്തിട്ട് ജസ്റ്റ് ഒരു വര, സ്ലീവ് കട്ടിങ് കഴിഞ്ഞു. ഇത് ചുരിദാറിൽ നിന്ന് അളവെടുത്ത് അടിക്കുന്ന ചുരിദാറുകൾക്ക് മാത്രമേ ഈ മെത്തേഡ് പറ്റുള്ളൂ. മറ്റുള്ളതിന് ബോഡീനെ നമ്മുടെ ശരീരത്തൊക്കെ അളവെടുത്ത് കട്ട് ചെയ്യുമ്പോൾ അതിന് വേറെ ഒരുപാട് മെത്തേഡുകളുണ്ട്, വേറെ കുറേ കണക്കുകളുണ്ട്. അപ്പം തുടക്കക്കാർക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ചുരിദാറിന് പാകമുള്ള ചുരിദാർ ഉണ്ടാവില്ലേ വീട്ടിൽ, അതിൽ നിന്ന് അളവെടുത്ത് തയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, സ്ലീവ് നമുക്ക് ഇതിൽ നിന്ന് കട്ടിലെടുക്കാം. നമ്മളെ കൈ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ചുരിദാർ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി ചുരിദാർ അടിക്കുന്നൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.